ഈ പെൺകുട്ടിക്ക് ഭക്ഷണം വാങ്ങാൻ പോലും പണമില്ലായിരുന്നു. എന്നിട്ടും അവൾ 3 ലക്ഷം കൊടുത്ത് ഒരു ജിമ്മിൽ ചേർന്നു. കാരണം സമ്പന്ന കുടുംബങ്ങളിലെ ആൺകുട്ടികൾ ആ ജിമ്മിലാണ് വന്നിരുന്നത്. അവരെ വളച്ച് കല്യാണം കഴിക്കാനായിരുന്നു അവളുടെ സ്വപ്നം. അവളുടെ അക്കൗണ്ടിൽ ആകെയുള്ളത് വെറും 50 രൂപ മാത്രമാണ്. എന്നിട്ടും തളരാതെ എന്നും പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് അവൾ ജിമ്മിൽ പരിശീലനത്തിന് പോകും. കൂടുതൽ സമയം ടിവിയിൽ പ്രത്യക്ഷപ്പെടാനായി സഹപ്രവർത്തകരുടെ ഡയലോഗുകൾ വരെ മോഷ്ടിക്കുന്ന ഒരു ചെറിയ ടിവി അവതാരകയായിരുന്നു അവൾ. ഇവളുടെ പരിശ്രമം സമ്പന്നനായ ടോമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ജിമ്മിൽ വെച്ച് തന്നെ അവളുടെ ശരീര സൗന്ദര്യത്തിൽ അവൻ ആകൃഷ്ടനായിരുന്നു. വില കൂടിയ ഒരു വസ്ത്രവ്യാപാര ശാലയിൽ വെച്ച് അവർ വീണ്ടും കണ്ടുമുട്ടി. ഒരു സഹപ്രവർത്തക അവളുടെ വസ്ത്രങ്ങൾ നശിപ്പിച്ചതിനെ തുടർന്നാണ് അവൾ ആ കടയിലെത്തിയത്. അവിടെ വെച്ച് അവൾ ടോമിനെയും അവന്റെ അഹങ്കാരിയായ അമ്മയെയും കണ്ടുമുട്ടുന്നു. അമ്മ ധരിച്ചിരുന്ന അതേ ലിമിറ്റഡ് എഡിഷൻ വസ്ത്രം ആ പെണ്ണ് ധരിച്ചപ്പോൾ അവളുടെ സൗന്ദര്യത്തിന് മുന്നിൽ ആ അമ്മ മങ്ങിപ്പോയി. എന്നാൽ പണമടയ്ക്കാനുള്ള സമയമായപ്പോൾ അവളുടെ കള്ളത്തരം പുറത്തായി. വസ്ത്രത്തിന്റെ വില താങ്ങാൻ കഴിയാതെ അത് സ്പോൺസർ ചെയ്യാമോ എന്നോ 24 തവണകളായി പണമടയ്ക്കാൻ അനുവദിക്കാമോ എന്നോ അവൾക്ക് ചോദിക്കേണ്ടി വന്നു. ഇതെല്ലാം കണ്ടുനിന്ന ടോം അവളെ പരിഹസിക്കുന്നതിന് പകരം അവളുടെ ഭംഗിയിൽ ആകൃഷ്ടനാകുകയാണ് ചെയ്തത്. അയാൾ ഉടൻ ഇടപെടുകയും ആ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള ഏത് വസ്ത്രവും സൗജന്യമായി നൽകാൻ മാനേജരോട് ഉത്തരവിടുകയും ചെയ്തു. ഒരു കോടീശ്വരന്റെ പിന്തുണ ലഭിച്ചതോടെ സമ്പന്നതയുടെ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള അവളുടെ കഠിനമായ പോരാട്ടം ഒടുവിൽ വിജയിച്ചു തുടങ്ങുകയായിരുന്നു. ഇതുപോലത്തെ പെൺകുട്ടികളെ നിങ്ങൾക്കറിയാമോ?